ആവേശം സിനിമയിലെ അമ്പാൻ സ്റ്റൈലിൽ കാറിനകത്ത് സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കിയതിൽ നടപടിയെടുത്ത ആലപ്പുഴ എൻഫോഴ്സ്മെന്റ് RTO. യൂട്യൂബർ സഞ്ജു ടെക്കിയാണ് വെള്ളം നിറച്ച വാഹനം പൊതുനിരത്തിൽ ഓടിച്ചത്. കാർ ഉടമയുടെയും ഡ്രൈവറുടെയും ലൈസൻസ് RTO റദ്ദാക്കി. അമ്പാനെ ഇതൊക്കെ ശ്രദ്ധിക്കണ്ടേ? അമ്പാനെ ശ്രദ്ധിച്ചോളാം വീടി. അങ്ങനെ അവസാനം സഞ്ജു ടെക്കിന്റെ ലൈസൻസ് 1 വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്തു. സഞ്ജു ടെക്കിന്റെ മാത്രമല്ല, ആ വണ്ടി ഓടിച്ചിരുന്ന കൂട്ടുകാരൻ്റെ സസ്പെൻഡ് ചെയ്തു. ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് സഞ്ജു ടെക്കി കാറിന്റെ ഉള്ളിൽ സ്വിമ്മിംഗ് പൂൾ ആക്കി വീഡിയോ ഇട്ട സമയത്ത് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൂട്ടുകാരനും പണി കിട്ടും. അത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ സഞ്ജു ടെക്കി കൂട്ടുകാരനെ കൊണ്ട് വണ്ടി ഓടിപ്പിച്ചത് തന്നെ ഇത് പ്രശ്നമായിട്ടുണ്ടെങ്കിൽ കൂട്ടുകാരൻ്റെ ലൈസൻസ് പോട്ട് എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ്. അവസാനം ഇപ്പം വാഹന ഉടമസ്ഥന്റെയും ആ വണ്ടി ഓടിച്ച ആളുടെയും സസ്പെൻഡ് 1 വർഷത്തേക്ക് അങ്ങോട്ട് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഏതായാലും സഞ്ജു ടെക്കിന്റെ ആ ഒരു തിളപ്പ് അങ്ങോട്ട് തീർന്നു കിട്ടിയിട്ടുണ്ട്. 1 വർഷത്തേക്ക് ഇനി വണ്ടി ഓടിക്കാൻ പറ്റൂല. ഇനി എങ്ങനെ വണ്ടിയിൽ കറങ്ങി നടന്ന് വീഡിയോ എടുക്കും? ഇതാണ് പറയുന്നത്. തലക്കകത്ത് ചെറിയൊരു ബോധം വേണം. ഇത് കുറേ ഫാൻസ് ഉണ്ട് അല്ലെങ്കിൽ കുറേ ഫോളോവേഴ്സ് ഉണ്ട് എന്ന് അറിയുമ്പോഴത്തേക്കും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും അതിൽ നിന്നെല്ലാം ഊരിപ്പോരാം എന്നുള്ളൊരു വിചാരമാണ്. അതിൻ്റെ ആ ഒരു സംഭവം തന്നെയാണിത്. കാരണം ഇതിനു മുമ്പ് ഒരുപാട് ഇതേപോലെ കേസുകൾ വന്നിട്ടുണ്ട്. എന്നിട്ടും വീണ്ടും കാറിൻ്റെ ഉള്ളിൽ സ്വിമ്മിംഗ് പൂളാക്കി നട റോഡിലേക്ക് ഇറങ്ങി അവസാനം 8ന്റെ പണി മേടിച്ചു. ഇതിനു മുമ്പ് ഒരുപാട് തവണ പല ചെറിയ പെറ്റി കേസുകളായിട്ട് ഒരുപാട് വന്നിട്ടുണ്ട്. അപ്പോൾ ചങ്ങായി വിചാരിച്ച് ഇതൊക്കെ നമ്മൾ വലിയ ഫാൻസൊക്കെ ഉള്ളല്ലേ, 16 ലക്ഷം ഫോളോവേഴ്സ് ഉള്ളതല്ലേ, അപ്പം നമുക്കൊന്നും ഇതൊന്നും വലിയ പുത്തിരിയില്ല, കൂടിപ്പോയ ഒരു 10,000 കൊടുത്തിട്ടുണ്ടെങ്കിൽ ഊരിപ്പോരാ, വീഡിയോ വൈറലായിട്ടുണ്ടെങ്കിൽ അതിലും പൈസ കിട്ടുമല്ലോ എന്നൊക്കെ വിചാരിച്ച് നാട്ടിലേക്ക് ഇങ്ങനെ ഒരുമാതിരി കൂതറ പരിപാടിയായിട്ട് ഇറങ്ങി കഴിയുമ്പം പണി കിട്ടും മോനെ. ഇതെല്ലാവർക്കും ഉള്ള ഒരു പാഠമാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം, ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ചെയ്യാം. ഇതേപോലെ വണ്ടി എടുത്ത് വീടിൻ്റെ മുമ്പിൽ വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ സ്വിമ്മിംഗ് പൂളൊക്കെ അതിൻ്റെ ഉള്ളിൽ കിടന്നോട്ട്. അല്ലാതെ ആ വണ്ടി എടുത്ത് നടുറോട്ടിലോട്ട് ഇറങ്ങി നാട്ടുകാരുടെ നെഞ്ചത്തോട്ട് കയറാൻ നിന്നിട്ടുണ്ടെങ്കിൽ അവസാനം പണി കിട്ടും. അല്ല, ഇതൊന്നും വലിയ സംഭവമല്ല. 1 വർഷം കഴിയുമ്പോൾ വീണ്ടും ഇതേ പരിപാടിയായിട്ട് വീണ്ടും വരും. പിന്നെ ഈ ഒരു സംഭവം വെച്ച് തന്നെ ചങ്ങായി വേണേൽ കുറേ റീച്ച് ഉണ്ടാക്കും, കുറേ വീഡിയോസ് ഇടും. അയ്യോ എന്നെ MVD വിളിച്ചേ, അയ്യോ എൻ്റെ MVD ലൈസൻസ് മേടിച്ചുകൊണ്ട് പോയേ, അയ്യോ MVD എൻ്റെ ലൈസൻസിൻ്റെ ഫോട്ടോസ്റ്റാറ്റ് എടുത്തേ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ വീഡിയോ ആയിട്ട് വരും. അത് വേറെ കാര്യം. പക്ഷെ സംഭവം ഇതേപോലുള്ള ഉളത്തരം ചെയ്യുന്നവർക്കുള്ള ചെറിയൊരു മുന്നറിയിപ്പ് തന്നെയാണ്. എന്തായാലും സഞ്ജു മോൻ ചെയ്ത ആ ഒരു വലിയൊരു തെറ്റ് എന്താണെന്ന് ഇപ്പോഴെങ്കിലും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കും. ഈ ഒരു സംഭവം കഴിഞ്ഞിട്ടും MVD ഫോൺ വിളിക്കുന്നത് വരെ വീഡിയോ ആക്കി ഇട്ടിട്ടു. ഓക്കെ, എന്നിട്ട് ആ MVD ചെയ്തത് തെറ്റാണ് എന്നുള്ള രീതിയിലൊക്കെയാണ് പറയുന്നത്. നമ്മുടെ സ്വന്തം വണ്ടിയല്ലേ, അതല്ലേ ഇതല്ലേ എന്നെല്ലാം പറഞ്ഞിട്ട്. എൻ്റെ പൊന്ന് സഞ്ജുക്കുട്ടാ, സംഭവം സ്വന്തം വണ്ടിയാണ്, സ്വന്തം ലൈസൻസാണ്, സ്വന്തം ടാർപ്പായാണ്, സ്വന്തം വെള്ളമാണ്. പക്ഷേ ഇതെല്ലാം നമ്മുടെ സ്വന്തം ഏരിയയിൽ മാത്രം, അതായത് സ്വന്തം വീടിൻ്റെ പുറത്തോ അല്ലെങ്കിൽ സ്വന്തം കോമ്പൗണ്ടിൽ മാത്രം ചെയ്യുക. ഇതുമായിട്ട് നാട്ടിലേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ പണിയാണ്. അതുകൊണ്ട് തന്നെ ഇമാതിരി വൃത്തികേട് കാണിക്കുന്നവർക്ക് എല്ലാവർക്കും ഉള്ള ചെറിയൊരു താക്കീത് തന്നെയാണ് ഇപ്പോൾ MVD കൊടുത്തിട്ടുള്ളത്. എന്തായാലും സഞ്ജുവിൻ്റെ ലൈസൻസ് 1 വർഷത്തേക്ക് മേടിച്ചു വെച്ച് സസ്പെൻഡ് ചെയ്തു.